ആസ്ഥാന മണ്ഡപത്തിലേക്ക് പോയി പട്ടാളത്തെ എല്ലാം അവന്റെ അടുക്കൽ കൂട്ടി. അവർ അവന്റെ ഉടുപ്പ് മാറ്റി ഒരു ചുവന്ന കുപ്പായം ധരിപ്പിച്ചു. മുള്ളുകൾ കൊണ്ട് ഒരു കിരീടമുണ്ടാക്കി അവന്റെ തലയിൽ വെച്ചു. അവൻ വലത്തെ കയ്യിൽ ഒരു കോലും കൊടുത്ത് മുമ്പിൽ മുട്ടുകുത്തി പരിഹസിച്ചു. അഭിവാദ്യം ചെയ്യുവാനും വന്ദിപ്പാനും തുടങ്ങി. പിന്നെ യഹൂദന്മാരുടെ രാജാവേ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കരണത്തടിക്കുകയും ചെയ്തു. അവർ അവന്റെ മുഖത്ത് തുപ്പുകയും കോലുകൊണ്ട് തലയിലടിക്കുകയും ചെയ്തു. പീലാത്തോസ് പിന്നെയും പുറത്തേക്ക് വന്നവരോട്, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇതാ ഞാൻ ഇവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കി വിടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശു മുൾക്കിരീടവും രക്താംബരവും ധരിച്ച് പുറത്തേക്ക് ചെന്നു. പീലാത്തോസ് അവരോട്, ഇതാ ആ മനുഷ്യനെന്ന് പറഞ്ഞു. പ്രധാന ആചാര്യന്മാരും സേനയും അവനെ കണ്ടപ്പോൾ, ഇവനെ കുരിശിൽ തൂക്കുക, കുരിശിൽ തൂക്കുക എന്ന് വിളിച്ചു പറഞ്ഞു. പീലാത്തോസ് അവരോട്, ഞങ്ങൾ അവനെ കൊണ്ടുപോയി കുരിശിൽ തൂക്കിക്കൊള്ളുവിൻ, ഞാൻ അവനൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞു. യഹൂദന്മാർ അവരോട്, ഞങ്ങൾക്ക് ന്യായപ്രമാണമുണ്ട്, ഇവൻ തന്നെ ദൈവപുത്രനാക്കിയിരിക്കൊണ്ട് ഞങ്ങളുടെ ന്യായപ്രമാണം അനുസരിച്ച് മരണത്തിന് അർഹനാകുന്നു എന്ന് പറഞ്ഞു. പീലാത്തോസ് ഇത് കേട്ടപ്പോൾ വളരെ ഭയപ്പെട്ടു. അവൻ പിന്നെയും ആസ്ഥാനത്ത് പ്രവേശിച്ച് യേശുവിനോട്, നീ എവിടെ നിന്ന് വന്നവനാകുന്നുവെന്ന് ചോദിച്ചു. യേശുവാകട്ടെ അവനോട് ഒരു ഉത്തരവും പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? നിന്നെ വിട്ടയപ്പാൻ എനിക്ക് അധികാരമുണ്ട്, കുരിശിൽ തൂക്കുവാനും എനിക്ക് അധികാരമുണ്ട്. ഇത് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, മുകളിൽ നിന്ന് ലഭിക്കാതിരുന്നെങ്കിൽ എന്റെ മേലൊരു അധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് എന്നെ നിന്നിൽ ഏൽപ്പിച്ചവന്റെ പാപം നിന്റേതിനേക്കാൾ വലിയതാകുന്നു എന്ന് പറഞ്ഞു. ഇത് നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ആഗ്രഹിച്ചു. എന്നാൽ യഹൂദന്മാർ ഇവനെ വിട്ടയച്ചാൽ നീ കൈസറിന്റെ സ്നേഹിതനല്ല, എന്തെന്നാൽ സ്വയം രാജാവാകുന്നു ഏവനും കൈസറിന് വിരോധിയാകുന്നുവെന്ന് അട്ടഹസിച്ച് പറഞ്ഞു. പീലാത്തോസ് ഇത് കേട്ട് യേശുവിനെ പുറത്തു കൊണ്ടുവന്നിട്ട് എബ്രായ ഭാഷയിൽ ഗിബ്ബിത്തോ എന്ന് പറയപ്പെടുന്നതായി കൽത്തളം എന്ന പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിന്മേലിരുന്നു. അത് പെസഹ വെള്ളിയാഴ്ചയായിരുന്നു. സമയം ഉദ്ദേശം 6 മണിയുമായിരുന്നു. അവൻ യഹൂദന്മാരോട്, ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. അവരാകട്ടെ ഇവനെ സംഹരിക്കുക, ഇവനെ സംഹരിക്കുക എന്ന് ആർത്തു. പീലാത്തോസ് അവരോട്, ഞാൻ നിങ്ങളുടെ രാജാവിനെ കുരിശിൽ തൂക്കണമോ എന്ന് ചോദിച്ചു. പ്രധാനാചാര്യന്മാർ കൈസർ അല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല എന്ന് പറഞ്ഞു. അനന്തരം അവൻ യേശുവിനെ കുരിശിൽ തൂക്കുവാനായിട്ട് അവർക്ക് വിട്ടുകൊടുത്തു.
അവനെ പരിഹസിച്ച ശേഷം അവർ ചുമന്ന കുപ്പായം മാറ്റി സ്വന്തം വസ്ത്രങ്ങൾ ധരിപ്പിച്ച് കുരിശിൽ തറയ്ക്കുവാൻ കൊണ്ടുപോയി. അവർ യേശുവിനെ സ്വന്തം കുരിശ് ചുമപ്പിച്ചുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോഗുൽത്ത എന്ന് വിളിക്കപ്പെടുന്നതായി തലയോട്ടി എന്ന പേരുള്ള ആ സ്ഥലത്തേക്ക് നടത്തിക്കൊണ്ടുപോയി. അവർ യേശുവിനെ കൊണ്ടുപോകുന്ന അവസരത്തിൽ അലക്സാന്ദ്രിയോസിന്റെയും റൂഫസിന്റെയും പിതാവായി ഗ്രാമത്തിൽ നിന്ന് വന്ന് വഴി കടന്നുപോയ കുറേനേക്കാരൻ ശീമോന് എന്നൊരുവനോട് യേശുവിന്റെ കുരിശ് താങ്ങുവാൻ അവർ നിർബന്ധിച്ചു. യേശുവിന്റെ പുറകിൽ നിന്ന് താങ്ങുവാൻ തക്കവണ്ണം കുരിശ് അവന്റെ മേൽ വെച്ചു. അനേകം ജനങ്ങളും മുറയിട്ട് വിലപിച്ചുകൊണ്ട് സ്ത്രീകളും അവനെ അനുഗമിച്ചു. യേശു അവരുടെ നേരെ തിരിഞ്ഞ് പ്രകാരം പറഞ്ഞു, യെരൂശലേം പുത്രിമാരേ, നിങ്ങൾ എന്നെ കുറിച്ച് കരയേണ്ട, നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ മക്കളെ കുറിച്ചും കരവിൻ. എന്തെന്നാൽ ഇതാ മന്ദികൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും കുടിപ്പിക്കാത്ത മലകൾക്കും ഭാഗ്യമെന്ന് പറയേണ്ടി വരുന്ന ദിവസങ്ങൾ വരുന്നു. അപ്പോൾ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുവാനെന്ന്, കുന്നുകളോട് ഞങ്ങളെ മൂടി വരുന്ന നിങ്ങൾ പറഞ്ഞു തുടങ്ങും. പച്ചമരത്തോടി പ്രകവാരമാണ് പ്രവൃത്തിയെങ്കിൽ ഉണങ്ങിയതിനോട് എന്തായിരിക്കും? ദുഷ്കർമ്മികളായ വേറെ 2 ആളുകളെ കൂടി അവനോടുകൂടി കൊല്ലുവാനായിട്ട് കൊണ്ടുപോയിരുന്നു. അനന്തരം അവർ അവനെ തലയോടിടന്നർത്ഥമുള്ള ഗോഗുൽത്ത എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവർ അവന് കൈപ്പരസം കലർത്തിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു. അവനത് സ്വീകരിച്ചില്ല. അനന്തരം അവർ തലയോടിടമെന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിന്നിട്ട് അവിടെ യേശുവിനെ മധ്യയും വലത്തുമിടത്തുമായിട്ട് 2 കള്ളന്മാരെയും കൂട്ടി അവനോടൊരുമിച്ച് കുരിശിച്ചു. അധർമ്മികളുടെ കൂട്ടത്തിൽ അവൻ ഗണിക്കപ്പെട്ടുവെന്ന് പറഞ്ഞിട്ടുള്ള തിരുവെടുത്ത് നിവർത്തിക്കുകയും ചെയ്തു. അവനെ അവർ കുരിശിൽ തൂക്കിയ ശേഷം അവന്റെ മരണശിക്ഷ കാരണത്തെ തലയ്ക്ക് മുകളിലായി എഴുതി വെച്ചു. അവർ അവിടെ ഇരുന്നവനെ കാത്തു. യേശു ആകട്ടെ, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, എന്നാൽ തങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. എന്തെന്നാൽ തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അവന്റെ കുരിശിൽ പീലാത്തോസ് ഒരു പലക എഴുതി വെച്ചു. എഴുതിയിരുന്നത് ഇപ്രകാരമായിരുന്നു: ഇവൻ യഹൂദന്മാരുടെ രാജാവായ നസറേത്തുകാരൻ യേശു. യേശുവിനെ കുരിശിൽ തൂക്കിയ സ്ഥലം പട്ടണത്തോട് സമീപമായിരുന്നതുകൊണ്ട് ഈ പലക യഹൂദന്മാരിൽ പലരും വായിച്ചു. അതിൽ എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ലത്തീൻ ഭാഷയിലും എഴുതപ്പെട്ടിരുന്നു. പ്രധാന ആചാര്യന്മാർ പീലാത്തോസിനോട്, ഇവൻ യഹൂദന്മാരുടെ രാജാവാകുന്നു എന്നല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവാകുന്നുവെന്ന് ഇവൻ പറഞ്ഞുവെന്നാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ പീലാത്തോസ്, ഞാൻ എഴുതിയത് തന്നെയെന്ന് പറഞ്ഞു. പടയാളികളാകട്ടെ, യേശുവിനെ കുരിശിൽ തൂക്കിയതിനു ശേഷം അവന്റെ വസ്ത്രങ്ങളെ എടുത്ത് ഓരോരുത്തരും ഓരോ അംശം വീതം 4 ആയിട്ട് ഭാഗിച്ചു. അവന്റെ അങ്കിയോ തയ്പ്പ് കൂടാതെ മുകൾ മുതൽ മുഴുവനും നെയ്ത്ത് തന്നെയായിരുന്നു. അവർ പരസ്പരം പറഞ്ഞു, നാം ഇതിനെ കീറേണ്ട, ഇത് ആർക്ക് കിട്ടണമെന്ന് നറുക്കിടാം. എന്റെ വസ്ത്രങ്ങളെ അവർ പങ്കിട്ടു, എന്റെ അങ്കിക്ക് നറുക്കിടുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള തിരുവെഴുത്ത് ഇങ്ങനെ നിവർത്തിയായി. പടയാളികൾ പ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു. ജനങ്ങൾ നോക്കിക്കൊണ്ട് നിന്നിരുന്നു. ആ വഴിയെ കടന്നു പോകുന്നവർ കൂടി അവനെ ദുഷിക്കുകയും തലകുലുക്കിക്കൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു: ദേവാലയം പൊളിച്ച് 3 ദിവസം കൊണ്ട് ഇതിനെ നിർമ്മിക്കുന്നവനെ, നീ നിന്നെ തന്നെ രക്ഷിക്കുക, കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. അപ്രകാരം പ്രധാന ആചാര്യന്മാരും വേദപണ്ഡിതന്മാരും പരിഹസിച്ചുകൊണ്ട് പരസ്പരം പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, എന്നാൽ തന്നെ താൻ രക്ഷിപ്പാൻ അവന് കഴിയുന്നില്ല. ഇസ്രായേലിന്റെ രാജാവായ മിശിഹാ ഇപ്പോൾ കുരിശിൽ നിറങ്ങി വരട്ടെ.
എന്നാൽ നമുക്ക് കണ്ട് വിശ്വസിക്കാം. അവൻ ദൈവത്തെ ശരണം പ്രാപിച്ചിരിക്കുന്നുവല്ലോ. ഇപ്പോൾ ഇവൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇവനെ രക്ഷിക്കട്ടെ. എന്തെന്നാൽ ഞാൻ ദൈവപുത്രനാകുന്നുവെന്ന് ഇവൻ പറയുന്നുവല്ലോ. പടയാളികളോ അവന്റെ അടുക്കൽ നിന്ന് ചൊറുക്കാ കൊടുത്തുകൊണ്ട് അവനെ പരിഹസിച്ച് പറഞ്ഞു, നീ യഹൂദന്മാരുടെ രാജാവാകുന്നുവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. അവനോട് ഒരുമിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്ന ദുഷ്കർമ്മികളിൽ ഒരുവൻ അവനെ നിന്ദിച്ചുകൊണ്ട്, നീ മശിഹായാകുന്നുവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുകാരൻ അവനെ ശാസിച്ചിട്ട് അവനോട്, അതേ ശിക്ഷയിൽ തന്നെ പെട്ടിരുന്നിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാം യഥാ യോഗ്യം പ്രവർത്തിക്കനുസരണമായി ന്യായമായ ശിക്ഷ അനുഭവിച്ചിരിക്കുന്നു. എന്നാൽ ഇവനാകട്ടെ യാതൊരു അനീതിയും പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ യേശുവിനോട്, എന്റെ കർത്താവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞു. യേശുവിനോട്, നീ എന്നോട് ഒരുമിച്ച് പർദീസായിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം 6 മണി സമയമായിരുന്നു. 6 മണി മുതൽ 9 മണി വരെ ഭൂമിയിൽ എല്ലായിടത്തും ഇരുട്ടുണ്ടായി, സൂര്യൻ ഇരുണ്ടു. ബാർക്കുമോലമറിയോ സഗതോ